അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ ക്ലാസ്സിൽ നേരത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് എന്താണ് ഫംഗ്ഷൻ തന്നെയായിരുന്നു. അതുപോലെ എങ്ങനെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം നമ്മൾ സ്വന്തമായിട്ട് എന്നുള്ള കോൺസെപ്റ്റും പറഞ്ഞു തന്നു അല്ലേ. ഇനി അതിൻ്റെ തന്നെ കുറച്ചും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഫംഗ്ഷനെ നമുക്ക് ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ആക്കുക, അതിനൊരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് മാറ്റുന്നു, അതിനൊരു റിപ്പീറ്റഡ് ടാസ്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഫംഗ്ഷൻസ് ബേസിക്കലി ഡിവൈഡ് ചെയ്തിട്ട് ഇൻബിൽറ്റ് ഫംഗ്ഷൻ, മോഡ്യൂൾസ്, യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ, പിന്നെ ഒരു ഫംഗ്ഷനും കൂടി ഉണ്ട്. അതിൻ്റെ പേരാണ് ലാംഡ ഫംഗ്ഷൻ. ഇങ്ങനെ കുറച്ച് 4 ഫംഗ്ഷൻസുകളാണ് നമുക്ക് എന്തിലുള്ളത്, പൈത്തണിൽ ഉള്ളത്. ഓക്കെ, ലാംഡ. ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഇൻബിൽറ്റ് ഫംഗ്ഷൻ പറഞ്ഞാൽ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്, ഓൾറെഡി പ്രസന്റ് ആണ്, നമ്മൾ വെറുതെ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇൻപുട്ട് ഫംഗ്ഷൻ ഞാൻ ഫംഗ്ഷനാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രിന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടൈപ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻഡ്, ഫ്ലോട്ട്, ഇതൊക്കെ ഫംഗ്ഷനാണെന്ന് എങ്ങനെ മനസ്സിലായി? ഒരു പേരും ഉണ്ട്, ഒരു ബ്രാക്കറ്റും ഉണ്ട്, പരാന്തസിസും ഉണ്ട്. അങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവണം അതൊരു എന്താണ്, അതൊരു ഫംഗ്ഷൻ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ അതിൽ നമുക്ക് ഒരു കാര്യം ഞാൻ പറയാം. എന്ന് റെപ്രസെന്റ് ചെയ്യണതും ബ്രാക്കറ്റ്സ് റെപ്രസെന്റ് രണ്ടും ഡിഫറെൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഒരു വാരിയബിൾ ആണ്, ബ്രാക്കറ്റ്സ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആണ്. അതാണ് നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവേണ്ടത്. അപ്പോൾ ഇൻബിൽറ്റ് ഫംഗ്ഷനും യൂസർ ഡിഫൈൻ ഫംഗ്ഷനും തമ്മിൽ ഡിഫറൻസ് വെച്ച് നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? ഇൻബിൽറ്റ് എന്ന് പറയുന്നത് ഓൾറെഡി എഴുതി വെച്ചതാണ്, നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യണതൊന്നുമില്ല. പറഞ്ഞത് എന്താ? ഇൻപുട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ചെയ്യണത് എന്തിനായിരുന്നു? ഇൻപുട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ചെയ്യണത് വാല്യൂസ് യൂസറിൻ്റെ കീബോർഡിൽ നിന്ന് എടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് അല്ലേ. അപ്പോൾ അതിൽ പ്രിന്റ് എന്തായിരുന്നു? ഒരു വാല്യൂ നമുക്ക് പുറത്ത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ടൈപ്പ് എന്തിനായിരുന്നു? എന്ത് ഡാറ്റ ടൈപ്പാണ് വാല്യൂബിൾ എന്ന് കണ്ടുപിടിക്കാനായിരുന്നു. ഇൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തിനായിരുന്നു? ഒരു വാല്യൂവിനെ ഇൻഡിജറിലേക്ക് മാറ്റാനായിരുന്നു. ഫ്ലോട്ട് എന്തിനായിരുന്നു? ഫ്ലോട്ടിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഇൻബിൽറ്റ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി എഴുതി വെച്ച സാധനം നമ്മൾ വെറുതെ കോൾ ചെയ്യണം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ഫംഗ്ഷന്റെ പേരും ഉണ്ടാവും, ബ്രാക്കറ്റ്സ് ഉണ്ടാവും. വാട്ട് ആർ ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ യൂസർ ഡിഫൈൻ ആൻഡ് ബിൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫംഗ്ഷൻ ദാറ്റ് ഇസ് ക്രിയേറ്റഡ് ബൈ ദ യൂസർ ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, അതിനെ നമ്മൾ യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ എന്ന് വിളിക്കും. ഒരു ഓൾറെഡി എഴുതി വെച്ച ഫംഗ്ഷൻ നമ്മൾ പ്രോഗ്രാമിലേക്ക് വെറുതെ കോൾ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ എന്ന് വിളിക്കും. സിൻടാക്സ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. സിൻടാക്സ് പറയുമ്പോൾ അതിൽ ഡെഫ് കീവേഡ് വരും. മറ്റേ ബിൽറ്റ് ഇൻ ഫംഗ്ഷനിൽ നമുക്ക് അവിടെ ഡെഫിനേഷൻ്റെ ആവശ്യമില്ല, നമുക്ക് വെറുതെ കോൾ ചെയ്താൽ മാത്രം മതി. നമുക്ക് ഫുള്ളി കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും യൂസർ ഡിഫൈൻ. പക്ഷേ ഇൻബിൽറ്റ് ഫംഗ്ഷനിൽ നമുക്ക് ഒരിക്കലും ഒന്നും മോഡിഫൈ ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഓൾറെഡി അത് എഴുതി വെച്ചതാണ്. എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഇപ്പോൾ ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഡെഫ് ആഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷനും പ്രിന്റ്, ലെങ്ത്, സമ്മ് എന്നൊക്കെ പറയുന്നത് വേറെ ഫംഗ്ഷനുമാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഡിഫറൻസ് പറയുന്നത്.